2025 ഈ വർഷം ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും മികച്ച ഒരു 8 സിനിമകളുടെ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. റോട്ടൻ ടൊമാറ്റോ സ്കോർ നോക്കിയിട്ടുള്ള ഒരു ലിസ്റ്റാണ്. നിങ്ങളിത് എടുത്ത് നോക്കുക, നിങ്ങളിതിൽ എത്ര എണ്ണം കണ്ടു, ഇനി കാണാൻ എത്ര ബാക്കി ഉണ്ട് എന്നുള്ള കാര്യം. 8th പൊസിഷനിലുള്ളത് വെപ്പൻസ് ആണ്. 93% ആണ് ആർട്ടി സ്കോർ. വെപ്പൻസിനെ കുറിച്ച് പ്രത്യേകം പറയണ്ടല്ലോ, നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. 7th പൊസിഷനിൽ ഒരു ഫ്രഞ്ച് ഒരു ബ്ലാക്ക് ഹ്യൂമർ ഒരു സിനിമയാണ്, മിസേരി കോർഡിയ എന്നോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. 94% ഉണ്ട്. ഈ സിനിമ ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇങ്ങനൊരു സിനിമ ഇറങ്ങിയത് എനിക്ക് അറിയേയില്ല. ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഒന്ന് കാണാൻ. നല്ല ആർട്ടിസ്റ്റ് സ്കോർ ഉണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക എന്താ സംഭവം എന്നറിയാം. 6th പൊസിഷനിലും ഒരു ഡ്രാമ കോമഡി സിനിമ തന്നെയാണ്, വൺ ഓഫ് ദം ഡേയ്സ് എന്നാണ് പേര്. 94% അതിനുണ്ട്. കീക്കി പാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസ് ഒക്കെ ഇല്ലേ, പുള്ളിക്കാരി അഭിനയിച്ച സിനിമയാണ്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. നൈസ് സിനിമയാണ്. ഒരു ദിവസത്തെ ഒരു കഥ പറയുന്ന, ഒരു റെൻ്റ് കൊടുക്കാൻ പൈസ ഇല്ല, അപ്പോൾ പൈസ എവിടെ നിന്ന് ഉണ്ടാക്കും എന്നൊക്കെ ഒരു 2 ഫ്രണ്ട്സിൻ്റെ ഒരു സ്റ്റോറിയാണ്. നൈസാണ്, കുറേ കോമഡി സംഭവങ്ങളൊക്കെ ഉണ്ട്. 5th പൊസിഷൻ ഡിക്കാപ്രിയോ അഭിനയിച്ച പോൾ തോമസ് ആൻഡേഴ്സിൻ്റെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. 95% ഉണ്ട്. മസ്റ്റ് വാച്ച്. അടുത്തതൊരു സർപ്രൈസ് എൻട്രിയാണ്, ദ ബല്ലഡ് ഓഫ് വാലിസ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് കോമഡി സിനിമയാണ്. ഇത് ആക്ച്വലി ജിയോ ഹോട്ട്സ്റ്റാറിലുണ്ട്. ഞാൻ ആക്സിഡൻ്റലി ഇത് ഭയങ്കര സംഭവമാണെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. 96% ഉണ്ട് ആർട്ടിസ്റ്റ് സ്കോർ. ഇത് ഹോട്ട്സ്റ്റാറിൽ ചുമ്മാ കണ്ടപ്പോൾ ഞാൻ കണ്ടതാണ്. നൈസൊരു സിനിമ തന്നെയാണ്. ഇത്ര വലിയ സംഭവമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഡൗട്ടാണ്, പക്ഷെ എന്നാലും നൈസ് സിനിമയാണ്. പൈസക്കാരനായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബാൻഡിനെ, അയാൾ ഒരു ഐലൻഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഐലൻഡിലേക്ക് ഈ ബാൻഡിനെ വിളിക്കുകയാണ് ഒരു പ്രൈവറ്റ് ഗിഗിന് വേണ്ടിയിട്ട്. പിന്നെ അവരുടെ ഇടയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. നൈസാണ്. 3ാമത്തെ പൊസിഷനിൽ 96% ബ്ലാക്ക് ബാഗാണ്. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്പൈ സംഭവമാണ്, കിടിലൻ സാധനമാണ്. സ്റ്റീഫൻ സോഡർബർഗിൻ്റെ സിനിമ കൂടെയാണ്. ഇതും നല്ല സിനിമയൊക്കെയാണ്, പക്ഷെ 96%ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ആരാണോ ഈ റേറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്, ഒരു പിടിയില്ല. തോന്നിയ പോലെയൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2nd പൊസിഷനിൽ ഞാൻ ഇത് കണ്ടിട്ടുമില്ല, കേട്ടിട്ട് പോലുമില്ല, സോറി ബേബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ. 97% ആർട്ടിസ്റ്റ് സ്കോർ. ഡിജിറ്റൽ റിലീസ് ഉണ്ടോ എന്ന് കൂടെ എനിക്കറിയില്ല, ഇനി ഒന്നുകൂടി തപ്പേണ്ടി വരും. ഡിജിറ്റൽ റിലീസ് ഉണ്ടെങ്കിൽ കാണാം. കമ്മിങ് ഓഫ് ഏജ് പരിപാടി എന്തൊക്കെയോ ആണെന്നാണ് ട്രെയിലറൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇപ്പം എന്താണോ ആവോ സിനിമ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കേണ്ടി വരും. 1ാമത്തെ പൊസിഷൻ നമ്മുടെ സിന്നേഴ്സാണ്. അതിലും 97% ഉണ്ട്. ആ എവല്യൂഷൻ ഓഫ് മ്യൂസിക് കാണിക്കുന്ന ഒരൊറ്റ സീനിന് വേണ്ടി വേണമെങ്കിൽ മാത്രം ആ സിനിമ വേണമെങ്കിൽ ഒന്നുകൂടി കാണാം. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് ക്വാളിറ്റി ഐറ്റം. ഈ ലിസ്റ്റിലെ ഏതൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടു, അതുപോലെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ലിസ്റ്റിൽ മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യും.